ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന ഡിസംബർ മാസത്തോടു കൂടി നെയ്മർ ജൂനിയറുടെ സാന്റോസുമായുള്ള കോൺട്രാക്റ്റ് പൂർത്തിയാകും. ഈ കോൺട്രാക്റ്റ് അദ്ദേഹം പുതുക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഫുട്ബോളിൽ നിന്നും പൂർണ്ണമായും വിരമിക്കാൻ അദ്ദേഹം ഒരുക്കമല്ല. ഫുട്ബോൾ നിർത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം നെയ്മർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ നെയ്മർക്ക് പുതിയ ഒരു ക്ലബ്ബ് ആവശ്യമായി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മുൻ ബ്രസീലിയൻ താരമായിരുന്ന ഫിലിപ്പെ മെലോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഇന്റർ മയാമിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഫിലിപ്പെ മെലോയുടെ ഒരു വെളിപ്പെടുത്തൽ. നെയ്മറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നെയ്മറുടെ ഒരു സുഹൃത്ത് കൂടിയാണ് മെലോ. എപ്പോഴും നെയ്മറെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മെലോ. അദ്ദേഹമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് നെയ്മർ ജൂനിയർ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഇന്റർ മയാമിയിലേക്ക് എത്താൻ വലിയ സാധ്യതയുണ്ട് എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ബ്രസീൽ വിട്ട് പുറത്തു പോകാൻ തന്നെയാണ് നെയ്മറുടെ തീരുമാനം. MLS പോകാൻ നെയ്മർക്ക് താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. സിൻസിനാറ്റി നെയ്മർക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു, പിന്നീട് അത് ഫലം കാണാതെ പോയി എന്നുള്ളതാണ്. നിലവിൽ ഇന്റർ മയാമിയിൽ നെയ്മറുടെ സുഹൃത്തുക്കളായ മെസ്സി, സുവാരസ്, കാസിമിറോ എന്നിവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർ മയാമിയിലേക്ക് പോകാൻ നെയ്മർക്ക് വലിയ താല്പര്യമുണ്ട്. മിക്കവാറും അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് പോയി അവിടെ തൻ്റെ കരിയർ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് എന്നാണ് ഫിലിപ്പെ മെലോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. നെയ്മർ ജൂനിയർ സാന്റോസ് വിടും എന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.